ഹലോ, വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ. തിരുവനന്തപുരം നഗരത്തിൻ്റെ വളരെയധികമുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് ഒരു ഈവനിങ് നേരത്ത് കുട്ടികളൊക്കെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്പേസാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. സാധാരണ കാണുന്ന ഒരു ബീച്ചിലുപരി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ളൊരു ബീച്ചാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. ഈ കാണുന്നത് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിട്ടുള്ള ജലകന്യകയുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഏകദേശം ഒരു 35 മീറ്ററോളം നീളമുണ്ട് ഈ ഒരു സ്റ്റാച്ചുവിന്. നല്ല പോലെ വൃത്തിയുള്ള ഒരു കടൽ തീരമാണ് കേട്ടോ അത്. നമ്മുടെ കോർപ്പറേഷനിലെ ചേച്ചിമാർ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വൃത്തിയാക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റി. കുട്ടികളെ വെള്ളത്തിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. കുട്ടികൾക്ക് ഗതാഗത ചിഹ്നങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു സിഗ്നൽ പാർക്കും നമുക്ക് ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കാണാനായിട്ട് പറ്റും. മറ്റുള്ള ബീച്ചുകളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് തിരക്ക് കുറവ് എനിക്കിവിടെ ഫീൽ ചെയ്തു കേട്ടോ. ഇവിടുത്തെ ഒരു മണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ള മണൽ തരികളാണ് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയം വേലിയേറ്റുള്ള സമയമായിരുന്നു. അപ്പോൾ കടൽ കയറി വരുന്ന ഒരു സമയത്തായിരുന്നു നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് അവിടെ ബലിയിടാനും ഒക്കെ വരുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞു. നമ്മളവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു ആറാട്ടുത്സവം ഈ ഒരു ബീച്ചിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് നടക്കാറുള്ളത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും ഡയറക്റ്റ് ബസ് നമ്മുടെ ശംഖുമുഖത്തേക്ക് ഉണ്ട്. തിരുവനന്തപുരത്ത് കൂടുതലും KSRTC ബസ്സുകളാണ്. ഏകദേശം ഒരു സ്വിഫ്റ്റ് ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ 12 രൂപയുടെ അടുത്ത് എവിടെ കയറിയാലും മിനിമം ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് കളി ഉപകരണങ്ങളും ജെയിൻറ്റ് വീലും ആകാശഊഞ്ഞാലുകളും ഒക്കെ നമുക്ക് ശംഖുമുഖത്ത് കാണാനായിട്ട് സാധിക്കും. സന്ധ്യാസമയത്ത് കുതിരസവാരി നടത്തുന്നതിന് വേണ്ടി കുതിരയെയും കൊണ്ട് നിൽക്കുന്ന കുതിരക്കാരെയും അവിടെ കാണാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ബീച്ചിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഓൾഡ് കോഫി ഹൗസ്. ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സൂര്യാസ്തമയം കണ്ടുകൊണ്ട് തന്നെ കോഫി കുടിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ജലകന്യക സ്റ്റാച്ചുവിൻ്റെ ചുറ്റും കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലുകളും അതുപോലെ തന്നെ സീസോകളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുകയും സീസോയിൽ കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ശംഖുമുഖം ദേവിയുടെ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ മത്സ്യബന്ധനത്തിനായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് ബോട്ടുകളും ആ ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് വലകളും ഉപകരണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ബോട്ടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് പേര് സെൽഫി എടുക്കുന്നതും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം നേരത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസാണ് ശംഖുമുഖം ബീച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്. ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ.